ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, കടന്നു വരുവാൻ ഒക്കെ ദൈവം നമുക്ക് ഇടയാക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ മുൻകാര്യങ്ങൾ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെതായ എല്ലാ കൃപകൾക്കുമായി ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. മറ്റ് മുഖവരകൾ ഒന്നും കൂടാതെ നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ കർത്തൃ മേശയൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. 32-ാം സങ്കീർത്തനം അതിൻ്റെ ദാവീദിൻ്റെ ഒരു ധ്യാനമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നുള്ള ഒരു പ്രാരംഭവാക്യത്തിൽ ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിച്ച ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ആ ലംഘനം ക്ഷമിച്ചതും പാപം മറച്ചും കിട്ടിയത് വളരെ ഒരു വലിയ ഭാഗ്യാവസ്ഥയായിട്ട് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കി താൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭാഗ്യവാൻ ഉള്ള ഒരു ചിത്രത്തോടുകൂടെ ഈ സങ്കീർത്തനം തുടക്കം തന്നെ ഇപ്രകാരം പാടുവാനിടയായി തീർന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യവാൻ. കാര്യം ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിക്കുക എന്നുള്ളത് ഒരു വലിയ ശ്രേഷ്ഠമേറിയൊരു കാര്യമാണ്. ദൈവത്തോട് അടുത്തു വരുവാൻ വേണ്ടി, ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ, വിശുദ്ധനായ ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ ദൈവം നമ്മളോട് നമ്മുടെ കടങ്ങളെ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചാൽ മാത്രമേ മനുഷ്യന് ദൈവത്തോട് അടുത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അന്നേരം ആ മാനുഷികമായിട്ട് ഒരു രീതിയിലും നികത്തുവാൻ കഴിയാത്ത ഒരു വോയിഡ്, മനുഷ്യമായിട്ട് ആർക്കും നികത്താൻ കഴിയാത്ത ഒരു വോയിഡ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്വപുത്രനായ യേശുക്രിസ്തുവിൻ്റെതായ പാപപരിഹാര യാഗത്തിലൂടെ നമുക്ക് സാധിക്കുവാനിടയായി തീർന്നു. ആ ക്ഷമ, ആ വോയിഡ് ദൈവം നികത്തി, യേശുക്രിസ്തുവിൻ്റെതായ പരമയാഗത്തിലൂടെ നികത്തി നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ക്ഷമ തരുവാൻ ഇടയായി തീർന്നു. ആ ശ്രേഷ്ഠമേറിയ ദൈവകൃപയിലാണ് നാം ആശ്രയിച്ച് നാം ഈ പകൽക്കാലവും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെതായ ക്ഷമ അനുഭവിച്ചറിഞ്ഞ് ആ ശ്രേഷ്ഠമേറിയ സന്തോഷം നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു പുതുമ നമ്മൾക്ക് ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെതായ ഈ ക്ഷമയുടെ കാര്യമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതായ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. കാര്യം ഒരുവൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ദൈവത്തിന് അതിൻ്റെ പിന്നിലും ഒരു മനുഷ്യനെ പിന്നെയും തിരികെ കൊണ്ടുവന്ന് ആ മനുഷ്യനെ ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ കാണിച്ച് പിന്നെയും റെസ്റ്റോർ ചെയ്യുന്നതായ ഒരു ദൈവകൃപയുണ്ട്. കാര്യം നമ്മളുടേതായ മാനുഷികമായ നമ്മൾ ഒരു മുൻവിധിയോടുകൂടെ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ ആ പുള്ളി വീണുപോയി, കൃപയിൽ നിന്ന് വീണുപോയെന്ന് പറഞ്ഞ് പലരെയും നമ്മൾ എഴുതി തള്ളുന്ന സ്വഭാവമാണ് മാനുഷികമായിട്ടുള്ളത്. കാര്യം ചിലപ്പോൾ അവരുടേതായ ബലഹീനാവസ്ഥകളിൽ അവർ വീണുപോയെന്നിരിക്കാം, എങ്കിലും വീണുപോയ അവർക്ക് പോലും ദൈവം റിസ്റ്റോർ ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് ഒരു കൊലപാതകയായി തീർന്നു. ഇപ്പോൾ അപ്പോസ്തലനായ പത്രോസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ദൈവത്തെ തള്ളിപ്പറഞ്ഞതായ അവസ്ഥയുണ്ടായി. അടുത്ത നിമിഷത്തിൽ ഒരു ആത്മീയ ഗോളത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ എന്തായിരിക്കും അടിച്ചിറക്കുന്നത്? ദാവീദിനെ കുറിച്ചാണെങ്കിൽ വീണുപോയി, കൊലപാതകിയായി തീർന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് എഴുതിത്തള്ളും, അല്ലെങ്കിൽ മുൻവിധിയോടുകൂടെ വരും. അല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒരു പിന്മാറ്റക്കാരനായിരുന്നു എന്നും പറഞ്ഞ്, എന്നാൽ അവിടെ ഒന്നും തീരുന്നില്ല. ദൈവം അവർക്ക് പിന്നെയും പിന്നെയും അവസരം കൊടുത്ത് ദൈവത്തിൻ്റെതായ ആ വിശ്വസ്തത അവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ പിന്നെയും ദൈവത്തിങ്കിലേക്ക് റിസ്റ്റോർ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ വ്യത്യാസം എന്നുള്ളത്. മനുഷ്യൻ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഒരു തെറ്റായ കാര്യം കാണുമ്പോൾ വേറൊരു പിക്ചറിലൂടെയാണ് ആ വ്യക്തിയെ നോക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. നമ്മൾ കാണുന്ന പിക്ചർ ഒന്നുമല്ല ചിലപ്പോൾ നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ മുമ്പാകെ വേറൊരാൾ കാണുന്നൊരു പിക്ചറായിരിക്കത്തില്ല നമ്മളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ദൈവം പിന്നെയും. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ പലരും ചിലപ്പോൾ ആത്മീയകോളത്തിൽ വിമർശനത്തിനിരയായിത്തീരും. എങ്കിലും ദൈവമക്കൾക്ക് വിമർശിക്കാനായിട്ട് ദൈവം ഒരു റൈറ്റ് തന്നിട്ടില്ല. കാര്യം ന്യായമായ വിധിക്കുന്ന ദൈവത്തിന് മുമ്പാകെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം.
ദൈവദാസനെ ആകട്ടെ വിശ്വാസിയെ പരസ്പരം വിധിക്കുവാനായിട്ട് നമുക്കതിന് ഒരിക്കലും ദൈവം നമുക്ക് റൈറ്റ് തന്നിട്ടില്ല. കാര്യം ദൈവത്തിൻ്റെ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം കാണുന്നത് കാഴ്ചപ്പാടല്ലായിരിക്കാം നമ്മളുടേതായ മനസ്സിലുള്ള ഒരു പിക്ചർ. അതുകൊണ്ട് ആ ഒരു ഭാഗം, ആ ന്യായം കണ്ടം ചെയ്യുന്നതായ ഒരു ഭാഗം ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ആ ഒരു പാപത്തിലേക്ക്, ആ ഒരു ന്യൂനതയിലേക്ക് നമ്മൾ മാറ്റപ്പെടുക, അതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ആ ദൈവത്തിൽ നിന്ന് പിന്നെയും അരികെ കൊണ്ടുവന്ന് നമ്മളെ ദൈവസന്നിധിയിൽ പിന്നെയും ദൈവസന്നിധിയിൽ പിന്നെയും കാണപ്പെടത്തക്ക രീതിയിൽ ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നതായ ഒരു ദൈവത്തിൻ്റെ ആഴമേറിയ കൃപയുടേതായ ആ അവസ്ഥ, ആ ഒരു ദൈവത്തിൻ്റെ വിശ്വസ്തത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേഷ്ഠമേറിയതായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യം, അതൊരു ശ്രേഷ്ഠമേറിയ ഒരു അവസ്ഥയാണ്, അതൊരു ഭാഗ്യമേറിയ ഒരവസ്ഥയാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇപ്രകാരം ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് വർണ്ണിപ്പാൻ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം പാടിയതുപോലെ പാടുവാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് ഒരു വാക്യം കൂടെ വായിച്ച് പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ മുന്നിൽ സമയം അധികമില്ലല്ലോ. അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. അവിടെ ഒരു പ്രബോധനമാണ് തന്നിരിക്കുന്നത്, ഒരു വാണിംഗ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. ഈ കുതിരയാകട്ടെ കോവർ കഴുതിയാകട്ടെ അവയെ കൺട്രോളിൽ നിർത്തണമെങ്കിൽ ഈ രണ്ട് ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. അത് ഒന്നാണ് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാൺ. ഇവയ്ക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ കുതിരയാകട്ടെ കഴുതയാകട്ടെ ഏത് ദിശയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അതിൻ്റെ മുഖപ്പട്ട എന്ന് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. മുഖപ്പട്ട എന്ന് പറയുമ്പോൾ മുഖപ്പട്ട ഇട്ട് പോയില്ലെങ്കിൽ അതിൻ്റെതായ ലക്ഷ്യത്തിലേക്ക് ഓടുകയല്ല, കാണുന്നതിനെ എല്ലാത്തിനെയും മണം പിടിച്ച് അതിലങ്ങ് അട്രാക്റ്റ് ആകുന്ന ഒരവസ്ഥ. എങ്കിലും ആ ഒരവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരല്ല എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മൾ ദൈവത്താൽ നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഒരു വിളിയുണ്ട്, നമ്മളുടെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് മറ്റു വിമർശനങ്ങൾക്കോ മറ്റ് നമ്മളെ ബാധിക്കാത്തതായ കാര്യങ്ങൾ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തെ നഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾക്ക് ഒരു ലക്ഷ്യം ദൈവം നൽകി, ആ ലക്ഷ്യത്തിൻ്റെലേക്ക്, ആ വിരുദിലേക്ക് നമ്മൾ ഓടുവാൻ നമുക്ക് ഇടയായി തീരണം. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ഒരു കഴുതയെയും കോവർ കഴുതയെയും പോലെ അതിൻ്റെതായ രീതിയിൽ ഒരു ലക്ഷ്യം നഷ്ടപ്പെട്ടതായ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാനല്ല, ദൈവികമായ ലക്ഷ്യം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. ദൈവസന്നിധിയിൽ ആത്മാവിനാൽ ജനിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ്റെതായ പ്രത്യേകത, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. നമ്മുടെ മാനുഷികമായി കാറ്റിൻ്റെ ദിശ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഒരിക്കലും കാറ്റിൻ്റെ ദിശ നമുക്ക് എങ്ങോട്ട് പോകുന്നു എങ്കിൽ തന്നെയും ഈ കാറ്റിൻ്റെ ദിശ നമ്മൾ ഫീൽ ചെയ്യുന്നത് പോലെ, കാറ്റിൻ്റെ ദിശ നമുക്ക് ഫീൽ ചെയ്യാം, എങ്കിൽ തന്നെ കണ്ണുകൊണ്ട് നമുക്ക് അതിൻ്റെ ദിശ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെതായ വഴി, ദൈവത്തിൻ്റെതായ ഗൈഡൻസ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവനൊരു ബിരുദമുണ്ട്, അവനൊരു എയിമുണ്ട്. ആ ഒരു എയിമിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കാറ്റിഷ്ടമുള്ളിടത്തു നിന്ന് അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു. അതിൻ്റെ സോഴ്സ്, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സോഴ്സ് ദൈവത്തിൽ നിന്നുമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പാനം ചെയ്യുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെതായ വഴികളിൽ നമുക്ക്
നമുക്ക് നടക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ മാനുഷികമായ പ്രയത്നം കൊണ്ട് സാധ്യമാകാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്തി ആ ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. മറ്റൊരു ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ദിശയ്ക്ക് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് നമുക്ക് ഒരിക്കലും ലിമിറ്റ് വെക്കുവാൻ സാധിക്കത്തില്ല എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് ചെയ്യാം, നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെതായ പ്രവൃത്തിക്ക് നമ്മൾ ഒരിക്കലും ലിമിറ്റ് വെക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. മറ്റൊരു വാക്യം, അതിൻ്റെ റോമലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം കാണുന്നു. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയണമെങ്കിൽ നമ്മൾ ദൈവത്താൽ എല്ലാവരും ദൈവമക്കളെന്ന് പറയുന്നുവെങ്കിൽ തന്നെയും അതിൻ്റെ 2 കാര്യങ്ങൾ പറയുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളാകുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമുക്ക് ദൈവമക്കളാകാം. അത് കഴിഞ്ഞിട്ട് വചനം ദൈവമക്കളാകുവാൻ പറയുന്നതായ മറ്റൊരു യോഗ്യത പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളത്. ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നമ്മൾക്ക് ദൈവമക്കൾ എന്ന പേർ വരുവാൻ ഇടയായിത്തീരും. അതേപോലെ ദൈവത്തിൽ നിന്നും കൃപകൾ അനുഭവിച്ച് ദൈവത്തിൻ്റെതായ ആ ഒരു പാപക്ഷമ അംഗീകരിച്ച് പ്രാപിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ, നമ്മൾ ഇവിടെ വായിച്ചു തുടങ്ങിയതാണല്ലോ ഭാഗം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനെന്ന് നമ്മളവിടെ കാണുന്നു. അപ്രകാരം ദൈവത്തിൽ നിന്നും കൃപ പ്രാപിച്ചുവെങ്കിൽ നമ്മളെ ഒരാൾക്ക് കുറ്റം വിധിപ്പാൻ. അതുകൊണ്ടാണ് റോമലേഖനം തന്നെ 8-ാം അധ്യായം 33-ാം വാക്യം പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ദൈവം ഒരാളെ നീതീകരിച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനെന്ന് നമ്മൾ ചിലപ്പോൾ മാറി നിന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കാൻ ഒരു ശക്തിയും കഴിയുന്നില്ല. അത്രത്തോളം ശ്രേഷ്ഠമേറിയ ദൈവകൃപ, ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിച്ചവരാണ് ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ളതായ ഷോർട്ട് മെഡിറ്റേഷനോട് ഞാൻ നിർത്തുന്നു. ഈ സമയം അനുവദിച്ചെന്ന് ദൈവദാസനും സൈ ദിവസമുള്ള നന്ദി അറിയിച്ചുകൊണ്ട്